ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ IG Legends. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ റൂം മാച്ച് ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ റൂം ഇടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ലാസ്റ്റ് ടൈം ഇവർ വന്നിട്ട് റൂം ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. റൂം മാച്ച് വേണം, ലൈവ് വേണം എന്നൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇന്ന് ലൈവ് ഇടുകയാണ്. റൂം എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ പേടിച്ച് പോയി. റൂം സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിച്ചു. റൂം എൻ്റർ ചെയ്തു. 57 ജോയിൻ. കമോൺ, എല്ലാവരും വരട്ടെ. എല്ലാവരും എവിടെ? കുറേ ആൾക്കാർ കയറിയിട്ടുണ്ടായല്ലോ. കുറേ രജിസ്റ്റേഴ്സ് ഉണ്ടായല്ലോ അല്ലേ? കുറേ ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ വിശ്വാസം. എന്താ എത്ര സ്കോഡ്? 1 2 3 4 സ്ലോട്ട് മാത്രമേ ഒഴിവുണ്ടായുള്ളൂ. ഇതിപ്പം കുറേ സ്ലോട്ട് ഒഴിവുണ്ടല്ലോ. ടീം നമ്പർ 3 വേൾഡ് ട്രിപ്പേഴ്സ് കയറിയിക്കില്ല. കുറേ സ്ക്വാഡൊന്നും കയറിയിക്കില്ല. എന്ത് പറ്റിയവരൊക്കെ എല്ലാവർക്കും ഷാർപ്പ് ടൈം എന്നൊക്കെ പറഞ്ഞേ. ഗ്രൂപ്പിൽ പറഞ്ഞ ചെയ്യാം. അനുസരിച്ച് ചെയ്യാം. $22 ആക്കല്ലേ? സമയത്ത് 22 ആയി. 23 സ്റ്റാർട്ട്. $62. ഓക്കെ, സ്റ്റാർട്ട് ബ്രോ, സ്റ്റാർട്ട് ചെയ്തോ. അപ്പോൾ ഇന്നത്തെ മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. 61 ജോയിൻറ്റ്. എന്താ അറിയില്ല, കുറേ ആൾക്കാർ രജിസ്റ്റർ ചെയ്തപ്പോൾ കുറേ ആൾക്കാർ രജിസ്റ്റർ ചെയ്തിരുന്നു. ബട്ട് കളിക്കാൻ വന്നപ്പോൾ എല്ലാവരും ഇല്ലല്ലോ. കുറേ ആൾക്കാർ കയറിയിക്കില്ല. എന്താ ഇഷ്യൂ എന്നറിയില്ല, കുറേ ആൾക്കാർ കയറിയിക്കില്ല. അപ്പോൾ ഇന്നത്തെ മാച്ച് 8:22 ആയി. ഇപ്പം മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്ന് തോന്നുന്നു. മാച്ച് സ്റ്റാർട്ട് ചെയ്യായിരിക്കും ഇപ്പം. അപ്പോൾ ആ മാച്ച് സ്റ്റാർട്ട് ചെയ്തു. ലാസ്റ്റ് ടൈം മാച്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇന്നത്തെ മാച്ച് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാണ്ട് ഇന്നാദ്യമായിരുന്നു ലൈവിന്. ഇന്നലെയൊക്കെ എന്തൊക്കെയോ സ്ട്രീമിൻ്റെ ഇന്നലത്തെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തു. ബട്ട് വീഡിയോയ്ക്ക് എന്തൊക്കെയോ പ്രോബ്ലംസ്. അതാണ് എനിക്ക് ഇന്നലത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. സോറി ഗൈസ്. ഞാനത് നോക്കിയിട്ട് കറക്റ്റ് ആക്കിയിട്ട് 61st എപ്പിസോഡ് ഇടാം. ഇപ്പോൾ 62nd എപ്പിസോഡാണിത്. എല്ലാവരും കയറി തോന്നുന്നു. ഇപ്പോൾ 50 ജോയിൻ്റായി. ഞാനിപ്പോൾ പ്ലെയറിനെ സ്പെക്ക് ചെയ്യാമെന്ന് വെച്ചാൽ പ്ലെയറിനെ സ്പെക്ക് ചെയ്യുമ്പോൾ വിമാനത്തേക്ക് പോയില്ലെങ്കിലും വിചാരിച്ചിട്ടാണ് കഴിഞ്ഞ്. ഇന്നലെ അങ്ങനെയായിരുന്നു. വിമാനത്തേക്ക് പോയില്ല. 61 ജോയിൻ്റ് എന്നെ കാണിച്ചു. ഇന്നത്തെ മാച്ച് എല്ലാവരും 61 ആൾക്കാരും ഇവിടെ തന്നെയുണ്ട്. ഒരാൾ മാത്രം ഒറ്റയ്ക്ക്, WTF വാണ്ടർ മാത്രം ഒറ്റയ്ക്ക്. എൻ്റെ മോനോ പാവണ്ട്. അവന് കൂട്ടത്തിൽ നിൽക്കാൻ താല്പര്യമില്ല. കുറച്ച് ഒറ്റയ്ക്ക് നിൽക്കാനാണ് താല്പര്യം തോന്നുന്നു. MR സെറ്റ് വെയിലൊക്കെ അവിടെ വെള്ളത്തിനടി കൂടെ നീന്തി കളിക്കാൻ ഫസ്റ്റ് സ്ക്വാഡ്, സെക്കൻഡ് സ്ക്വാഡ്, കുറേ 61 ആൾക്കാർ ജോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ മാച്ച് വിമാനം പോകുന്ന ട്രെയിലൊന്നും കാണുന്നില്ലല്ലോ. എന്താ വരാത്ത? 9 സെക്കൻഡ്, 8 സെക്കൻഡ്സ്, 7 സെക്കൻഡ്സ്, 6. ടൈം വരട്ടെ, പവർ വരട്ടെ, പെട്ടെന്ന് വാ ബ്രോ. 2 1. അതാ നമ്മുടെ വിമാനം സ്റ്റാർട്ടാകാൻ പോകുന്നത്. വിമാനം സ്റ്റാർട്ടായി. ഇന്നത്തെ മാപ്പ് പ്രിമോസ്ക് വഴി സെവർണി വരെയാണ് ഇന്നത്തെ മാപ്പിൽ കൂടെ എവിടെയൊക്കെ ചാടാൻ പറ്റും. പ്രിമോസ്ക് ചാടാൻ പറ്റും. അങ്ങനെ തന്നെ ഗഡ്ക, പോച്ചിങ്കി, റൊസോക്ക് സ്കൂൾ, പിന്നെ അവിടെ സെവർണി ഉണ്ട്. പിന്നെ ജോർജ് പൂൾ മെയിൻ പ്ലേസ് ആണ്. ബട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇറങ്ങി എവിടെയാണ്? പോച്ചിങ്കിയിൽ ഉണ്ടാവും അത്യാവശ്യം സ്കോഡ്. എനിക്ക് തോന്നുന്നു പോച്ചിങ്കി, റൊസോക്ക് ആയിരിക്കും ഹോട്ട് ഡ്രോപ്സ്. പ്രിമോസ്കും ഹോട്ട് ഡ്രോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം കുറേ ടീംസ് ഉണ്ടല്ലോ. ഇനി സേഫായി കളിക്കുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടേക്ക് ഒരു സ്കോഡ് വരും അല്ലേ? ഈ മൂലയ്ക്ക് ഒരു സ്കോഡ് പോവുകയാണെങ്കിൽ ഇല്ല, പോയില്ല, അവരൊന്നും ചാടിക്കില്ല. ഈ 5th സ്ക്വാഡ്, ഗെയിം സ്റ്റോണിൻ്റെ സ്ക്വാഡ് മിലിറ്ററി ബേസൊക്കെ പോയി. മിലിറ്ററി ബേസ് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു മിലിറ്ററി ബേസ് പോകുന്നത്. ബട്ട് അവർ നമ്മളെ ബ്ലാക്ക് ഡോഗ്സ് മിലിറ്ററി ബേസൊക്കെ പോയി. വായിക്കുള്ള സ്ക്വാഡൊന്നും ചാടിക്കന്നല്ല. എൻ്റെ മോൻ എല്ലാവരും പോച്ചിങ്കി കാണുന്നെന്ന് തോന്നുന്നു. പോച്ചിങ്കി എത്തിയപ്പോൾ ഒരു സ്ക്വാഡ് ചാടി, 2 സ്ക്വാഡ് ചാടി, മൂന്നാമത്തെ സ്ക്വാഡ് ചാടി, 3 സ്ക്വാഡ് ചാടി, 4 സ്ക്വാഡ് ചാടി, 5 സ്ക്വാഡ് ചാടി, 6 സ്ക്വാഡോ 5 6 സ്ക്വാഡ് പോച്ചിങ്കിക്ക്. എൻ്റെ മോനോ പൊളി. പോച്ചിങ്കിക്ക് നിറച്ചും സ്ക്വാഡ്സ് ഉണ്ട്. ഗ്രൗണ്ട് നോക്കണം. 1 2 3. ഇപ്പോൾ രണ്ടായാലോ അത് ഇവർ അടുത്തടുത്ത്. ഇവർ റൊസോക്കൊക്കെ പോയത് ഇല്ലേ? പക്ഷേ ഫസ്റ്റ് സ്ക്വാഡ് റൊസോക്കാണ് പോയത്. പോച്ചിങ്കിയിൽ എത്ര സ്ക്വാഡാണ് നോക്കട്ടെ? 1 2 3 4 5 സ്ക്വാഡ് എടുത്തിട്ട് റൊസോക്ക് അല്ല പോച്ചിങ്കി ഉണ്ട്. റൊസോക്ക് ഒരു സ്ക്വാഡേ ഉള്ളൂ. സ്കൂളിലേക്കാണ് നമ്മുടെ വേലൂരിൻ്റെ സ്ക്വാഡ് പോയില്ലേ? സ്കൂളിലേക്കാണ് ഒരു സ്ക്വാഡ് പോയത്. സെവർണിയിൽ കുറേ സ്ക്വാഡ് ഉണ്ടെന്ന് തോന്നുന്നു. സെവർണിനെ കുറച്ച് നല്ല തിക്കായി കാണുന്നുണ്ട്. എൻ്റെ മോൻ 1 2 3 4 മൂന്ന് സ്ക്വാഡ് സെവർണി. ബാക്കിയുള്ളൊരു സ്റ്റാൾബർക്കാണ് തോന്നുന്നു. സിക്സ്ത് സ്ക്വാഡ് സെവനിലേക്കാണ് പോകുന്നത്.
നമ്മുടെ പോച്ചിങ്കിയിൽ ഇറങ്ങിയ സ്ക്വാഡ് നിഞ്ചേൻ്റെ സ്ക്വാഡ് പോച്ചിങ്കിയിലാണ് ഉള്ളത്. 24th സ്ലോട്ടൊക്കെ ഇവരുടെ ലൂട്ട് സെറ്റ് ആക്കണം. എത്ര എൻ്റെ മോനെ കുറേ ടീമുണ്ടല്ലോ അവിടെ. ഇവിടുത്തെ ഫൈറ്റ് എല്ലാം കവർ ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നു. ഫയറിങ് തുടങ്ങി. ലോഡ് അസാസിൻ ഞാൻ ഫയറിങ് താഴെ അയക്കലോ. അതൊക്കെ സെറ്റിങ്സ് ഇപ്പോൾ മാറ്റാൻ പറ്റുമോ? എൻ്റെ സെറ്റിങ്സ് കുറച്ച് ഇല്ല. പക്ഷേ എനിക്ക് ഫയറിംഗ് മെസ്സേജ് കിൽ മെസ്സേജ് താഴെയാണ് ഇപ്പോൾ കാണിക്കാൻ, മേലെ കാണിക്കില്ല. അസാസിൻ വയറുടെ നടുക്കൂടെ ഓടിപ്പോകുന്നു നമ്മുടെ നെക്സ്റ്റ് സോണിലേക്ക്, അല്ല നെക്സ്റ്റ് വീട് ഗ്രൂട്ട് ഗണ്ണൊക്കെ എടുത്ത് സെറ്റാക്കി അടിക്കാനായിരിക്കാം. OP IG ULOP ബാക്ക് സൈഡിൽ നിന്ന് ഫയറിംഗ്. നമ്മുടെ അസാസിൻ വാരിയർ 1 HP ഗൈസ്. അസാസിൻ വാരിയർ നോക്കായോ? ഇല്ല, രക്ഷപ്പെട്ടു. നമ്മുടെ ബൂഗി കെമിക്കൽ സ്ക്വാഡ് ഇന്നലെ വൈപ്പാക്കിയ സ്ക്വാഡാണ് ബൂഗി സ്ക്വാഡ്. HC കോപ്സ് അസാസിൻ വാരിയറിനെ കില്ലാക്കി. HC കോപ്സ് അവിടെ വീടിനുള്ളിൽ ക്യാമ്പ് ചെയ്യായിരുന്നു. കാരണം കുറേ സ്ക്വാഡ് ഉണ്ടല്ലോ ക്യാമ്പ് ചെയ്യുന്ന, സർവ്വസാധാരണമാണ് ക്യാമ്പ് ചെയ്യുകയായിരുന്നു. ആ ടൈമിലായിരുന്നു കയറി അടിച്ചത്. എൻ്റെ കിൽ മെസ്സേജ് അടിയില്ല. HC കോപ്സ് നല്ല അടി. അവൻ 6 ആക്കി ചെയ്യാൻ നോക്കുന്നില്ല. അവൻ എന്താ കറക്റ്റ് കവർ എടുത്ത് കറക്റ്റ് ടൈമിൽ കവർ എടുക്കാൻ പറ്റുകൊണ്ട് അവന് രക്ഷപ്പെടാൻ പറ്റി. കെമിക്കൽ സ്ക്വാഡിൻ്റെ ഫയറിങ്ങിന് നമ്മുടെ HC കോപ്സ് രക്ഷപ്പെട്ടു. HC കോപ്സ് രക്ഷപ്പെട്ട് വന്നത് നമ്മുടെ ലോഡ്സിൻ്റെ അടുത്താണ്. ലോഡ്സ് അല്ല, എംവൈആർ പിക്കാച്ചു അവനെ കില്ലാക്കി. ASN നിഞ്ച ബൂക്കിനെ നോക്കാക്കി. ASN നിഞ്ച ഇന്നലെ കില്ല് ചെയ്തതിനുള്ള പ്രതികാരം എടുക്കുകയാണോ അറിയില്ല. പ്രതികാരം എടുക്കുകയാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. അസാസിൻ നിഞ്ച തൊട്ട് എംവൈആർ പിക്കാച്ചുവിൻ്റെ സ്ക്വാഡൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ഗെയിമിൻ്റെ ഇതൊരു ആ സെയിം ലേഔട്ട് വരുന്ന പ്രതീക്ഷിച്ചില്ല. റോൾസാത്തൻ അപ്പുറത്ത്. ഇവിടെയുള്ള ഫൈറ്റ് ആംഗ്രി പാൻഡ് RD അസോൾട്ടറിനെ നോക്കായിട്ടുണ്ട്. ആംഗ്രി പാൻഡിൻ്റെ സ്ക്വാഡോടെ ഫൈറ്റ് ഉണ്ട്. വേറെ പുറത്ത് വേറെ ഫൈറ്റ് എടുക്കുന്നുണ്ട്. ഇവിടെ അസാസിൻ നിഞ്ച 1 HP. അസാസിൻ നിഞ്ചൻ്റെ സ്ക്വാഡ് ASN സ്ക്വാഡിനെ സ്പ്രാറ്റഡി വൈപ്പാക്കി ഗൈസ്. സ്പ്രാറ്റഡി അസാസിൻ സ്ക്വാഡിനെ ഫുള്ളും വൈപ്പാക്കി. നമ്മൾ സ്പ്രാറ്റഡിൻ്റെ സ്ക്വാഡ് 2 കിൽ അവരുടെ സ്ക്വാഡിനെ വൈപ്പാക്കിയാണ് തോന്നുന്നു. ഇനി മൊത്തം 4 സ്ക്വാഡ്. പോച്ചിങ്കിൽ 4 സ്ക്വാഡ് ബാക്കി. ടീം നമ്പർ 17 ഏറ്റവും അടുത്തുള്ളത്. ഡാൻസ് കളിക്കുന്നു ഇവിടെ. MIR പിക്കാച്ചു ഡാൻസ് കളിക്കുന്നു. ഡാൻസ് കളി മക്കളെ, ഡാൻസ് കളി. എൻ്റെ മോന് ഡാൻസ്. അവിടെ ബൂഗീൻ്റെ അവിടെ നിന്ന് ഫയറിങ് കേൾക്കുന്നുണ്ട്. നമ്മൾ ഏത് സ്ക്വാഡാണ്? 7th സ്ക്വാഡായിട്ട് ഫൈറ്റ് ഉള്ളോ? ഇല്ല, 7th സ്ക്വാഡ് കുറച്ച് ബാക്ക് വലിഞ്ഞ് ഇവർക്ക് ഗണ്ണൊന്നും കിട്ടിയില്ല തോന്നുന്നു. ഗണ്ണ് കിട്ടാത്തതുകൊണ്ടാണ് തോന്നുന്നു ബാക്ക് വലിഞ്ഞ് പോയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ വേറെ കുറേ ഫൈറ്റ് നടക്കുന്നുണ്ടായിരുന്നു. അസാസിൻ സ്ക്വാഡ് മിസ്റ്റർ വീരപ്പൻ്റെ നോക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം. മിസ്റ്റർ വീരപ്പൻ 1 കില്ലുണ്ട്. ഓൾറെഡി 1 കില്ലുണ്ട്. UC വെച്ചത് ഒരു കാറിൻ്റെ അടുത്തുള്ള ഒരാളെ നോക്കാക്കി. RD അസോൾട്ടറിനാണ് നോക്കാക്കിയത്. ഇവിടെ സെവറിന് കുറച്ച് തിക്കായി നിൽക്കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. ആ 7th ഒരു ഫൈറ്റിങ് കവർ ചെയ്യാൻ പറ്റിയെങ്കിൽ 7th എത്ര ആൾക്കാർ കില്ലുണ്ട്? 2 സ്ക്വാഡ് മാത്രമേ വൈപ്പായിക്കുള്ളൂ. പിന്നെ നന്ദഗോപൻ കില്ലായി. വേറെ ആരും അങ്ങനെ കില്ലായത് കാണുന്നില്ല. രണ്ടാമത്തെ സ്ക്വാഡ് ഏതാ വൈപ്പായേ? അസാസിൻ സ്ക്വാഡും വൈപ്പായി. HC കോപ്സിൻ്റെ സ്ക്വാഡ് വൈപ്പായി. അത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. 2 സ്ക്വാഡ് വൈപ്പായിക്കുള്ളൂ. ഇവിടെ RD അസോൾട്ടർ റിവൈവ് എടുക്കാൻ സമ്മതിക്കില്ല. ലുട്ടാപ്പി റിവൈവ് എടുക്കാണ്ട് ഓടിച്ചാടി വരുന്നു. വീരപ്പൻ നോക്കി നിൽക്കുന്നു. വീരപ്പൻ ലുട്ടാപ്പീനെ കില്ലാക്കി. ലുട്ടാപ്പി അവിടെ മറ്റേ ഇത് റെഡിയാക്കി ചെയ്യുന്നു. അതായത് നമ്മുടെ ക്രോസ് ബോ റീലോഡ് ചെയ്യുന്നു. ആ റീലോഡ് ചെയ്യുന്ന ടൈമിൽ അവൻ അടിച്ചു കൊന്നു. അങ്ങനെ നമ്മുടെ അവിടുത്തെ സ്ക്വാഡ് 3 സ്ക്വാഡ് ഇപ്പോൾ വൈപ്പായി ടോട്ടൽ. ആംഗ്രി പാൻഡിൻ്റെ സ്ക്വാഡ് അപ്പുറത്തുണ്ട്. ആംഗ്രി പാൻഡ് മിസ്റ്റർ പിന്നെ അവരിവിടെ 8th സ്ക്വാഡല്ല, അപ്പുറത്ത് വേറെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 8th സ്ക്വാഡാണ്. 8th സ്ക്വാഡ് എംരുജേഷിൻ്റെ സ്ക്വാഡ്. എംരുജേഷ്, അർജുൻ ചൂടൊക്കെ, കീച്ചുട, സ്റ്റെഫിൻ ജോസഫ്. ഇതാ നമ്മുടെ എംരുജേഷ് ഒരു ഗ്രനേഡ് കുക്ക് ചെയ്യേണ്ട. ഗ്രനേഡിലായാലും നോക്കാവും. നമുക്ക് നോക്കാം. ഇല്ല, ഗ്രനേഡ് ക്യാൻസൽ. ഗ്രനേഡല്ല, സ്മോക്കല്ല. പക്ഷേ ഞാൻ ഗ്രനേഡ് സ്മോക്ക് കയറുന്നുണ്ട്. നോക്കൊക്കെ ഉള്ള OP നോക്കൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. ബട്ട് ആ OP നോക്കല്ല. 6th സ്ക്വാഡ്. ഇതിൻ്റെ ഇടയിൽ വേറെ സ്ക്വാഡ് ഉണ്ടല്ലോ. 2 സ്ക്വാഡ് ഉണ്ട് ഇവിടെ. ഹീത്ത് ലഡ്ജറിൻ്റെ സ്ക്വാഡ്. ഞാൻ ഹീത്ത് ലഡ്ജർ പറഞ്ഞതായിരുന്നു. ഹീത്ത് ലഡ്ജർ പള്ളീനുള്ളിൽ കൂടെ അങ്ങോട്ട് ഓടുന്നു. ആംഗ്രി പാൻഡൊക്കെ മുന്നിലുണ്ട്. ഹീത്ത് ലഡ്ജറിന് ഇപ്പോഴാണ് ഗണ്ണ് കിട്ടിയത്. UC കിട്ടി. ഹീത്ത് ലഡ്ജറിന് ഇവരുടെ പുറത്ത് എനിമി ഉണ്ടായില്ല. പുറത്തുള്ള എനിമീനെ കറക്റ്റ് കാണുന്നില്ല. കാണുന്നില്ല. വേറെ സ്ക്വാഡ് വൈപ്പായോ? 4 സ്ക്വാഡ് വൈപ്പായില്ല. ലോഡ്സ് സ്ക്വാഡ്. ലോഡ് B വൈപ്പായിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. സോറി ബ്രോ. ബൂഗി നമ്മുടെ ഇവിടെ പോച്ചിങ്കിൽ 7th സ്ക്വാഡ് പോച്ചിങ്കിലിനല്ലേ? ഇല്ല, 7th സ്ക്വാഡ് പോച്ചിങ്കിൽ നിന്ന് പോയില്ലേ? ബൂഗീൻ്റെ സ്ക്വാഡ് ഏതാ? സ്ലോട്ട് നമ്പർ HLM ഒക്കെ പുതിയ സ്ക്വാഡാണല്ലോ. ബൂഗി. സ്കൂബി മാത്രം ബാക്കിയുള്ള കെമിക്കൽ അസീദ് നോക്കായി. സ്കൂബിയുടെ സ്കൂബിന് കിട്ടാത്ത സ്കൂബി തൊട്ട് ഇത് വരുന്നു. സ്കൂബി ഇത് അവിടെ നിന്ന് റീലോഡൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. കെമിക്കൽ അസീദിനെ റിവൈവ് ചെയ്യാൻ വേണ്ടി ഓടി വരുന്നു.
അതുകൊണ്ട് അപ്പുറത്ത് നമ്മൾ ക്രേസി ക്യാമറ സ്ക്വാഡാണ്. ക്രേസി ക്യാമറ സ്ക്വാഡ് ഇതാ കയറി പോകുന്നു. വീടിൻ്റെ സൈഡിൽ കൂടെ കവറൊക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ ക്രേസി ക്യാമറ AK പിടിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ റിവൈവ് എടുക്കാൻ വെയിറ്റ് ചെയ്യണം. രണ്ടാൾക്കാരുള്ളൂ ഗായ്സ്, കയറിപ്പോയിക്കോ, കുഴപ്പമില്ല, സുഖമായിട്ട് വൈപ്പ് ചെയ്യാം. അവർ റിവൈവ് ആയി. കെമിക്കൽ സ്ക്വാഡ് നിസ്സാരക്കാരല്ല, ഇന്നലെ ചിക്കൻ അടിച്ച സ്കോറാണ്. നല്ല OP കളിയാണ് കെമിക്കൽ സ്ക്വാഡ് ചെയ്യുക. ബട്ട് നോക്കാം. കെമിക്കൽ അസീദിൻ്റെ ഒരു ഫയറിങ്. WTF വാണ്ടറൊക്കെ ലൈഫ് കണ്ടപ്പോൾ കുറഞ്ഞൊക്കെയുണ്ട്. എന്താ ഡ്രിങ്ക് അടിക്കുന്നു. സ്പാറ്റഡ് ഇതാ ഇപ്പുറത്തേക്ക് വന്ന് ബിൽഡിങ്ങിൻ്റെ ഇങ്ങോട്ടേക്ക് വന്നതാ. കെമിക്കൽ അസീദ് അത് മുൻകൂട്ടി കണ്ടതാ ബിൽഡിംഗ് സൈഡിൽ പോയി നോക്കിടാൻ പോകുന്നു. ബട്ട് തോമസനാണ് കയ്യിൽ. സ്പാറ്റഡിനെ കണ്ടു. AK സ്പാറ്റഡിൻ്റെ ഫയറിങ്. കെമിക്കൽ അസീദ് 1 HP. സ്പാറ്റഡിൻ്റെ ഫയറിങ്. കെമിക്കൽ അസീദ് 1 HP ആയി. ടീമിന് 14 ടീമാണ് ബാക്കിയുള്ള 48 ആൾക്കാരല്ലേ. സ്കൂബീനെ നോക്കുന്നു. നമ്മുടെ ആരെയൊന്നും സ്പാറ്റഡിനെ സ്കൂബീനെ നോക്കുന്നു. സ്കൂബി സൈഡിൽ നിൽക്കുന്നു. സ്പാറ്റഡി കാണുന്നുണ്ടോ? സ്കൂബിനെ കണ്ടു. സ്കൂബി 1 HP. സ്കൂബീൻ്റെ ലൈഫ് പറ്റ കുറവാണ് ഗൈസ്, പറ്റ കുറവ്. ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി, അവൻ ചാവും. കെമിക്കൽ അസീദുണ്ട്, ലൈഫ് അടിച്ച് ഫുള്ളാക്കി വെച്ച് വരുന്നുണ്ട്. ഒരു ഗ്രനേഡ്. ബട്ട് ആ ഗ്രനേഡ് കുറച്ച് പുറകിലായി പോയി, പാവുണ്ട്. ഗ്രനേഡ് കറക്റ്റായില്ല. അവിടേക്ക് സ്മോക്ക്. എത്ര ലോങ് എന്നല്ലേ സ്മോക്ക് വന്നു ഗൈസ്. ആ സ്മോക്ക് വന്ന ട്രെയിൽ കണ്ടു. പൊളിയ. എന്താ ക്രേസി ക്യാമ്പർ 2 കൽപ്പിച്ച് വരുന്നുണ്ട് ഹെൽപ്പ് ഇടാൻ. കെമിക്കൽ അസീദിനെ നോക്കാക്കി. കെമിക്കൽ അസീദ് സ്കൂബി കില്ലെടുക്കാൻ വരുമോ? സ്കൂബി സ്ട്രാറ്റജി ഇതാ വീടിൻ്റെ അകത്ത് കയറി. നമ്മുടെ എംപയർ പിക്കാച്ച് കിൽഡല്ലേ. സ്കൂബിനെ ഫയറിങ് അത്ര ഇതായില്ല, കില്ല് ചെയ്യാൻ പറ്റിയില്ല. ക്രേസി ക്യാമറ അടുത്തേക്ക് ഇതാ ഒരു ഗ്രനേഡ് ഇട്ടോ. ഇല്ല, ഗ്രനേഡ് ഇട്ടിക്കില്ല. ആ വിൻഡോ ക്യാപ്പ് കൂടെ അടിക്കാനുള്ള പുറപ്പെടാൻ നോക്കി. വിൻഡോ ക്യാപ്പിലെത്തി. അവിടെ റിവൈവ് കൊടുക്കുന്നു കണ്ടു. ക്രേസി ക്യാമർ ഇതാ റിവൈവ്. അവൻ വീണ്ടും നോക്കാക്കി. പാവം സ്പാറ്റഡിനെ കില്ലാക്കി. WTF വാണ്ടറിൻ്റെ ഫയർ. WTF വാണ്ടർ കയറി വരുന്നു. WTF വാണ്ടറിനെ കില്ലാക്കി. എൻ്റെ മോനെ സ്കൂബി OP കളി. സ്കൂബി അങ്ങനെ അവനെ കില്ലാക്കി. അവരുടെ സ്ക്വാഡ് വൈപ്പാക്കി. ഇനി നെക്സ്റ്റ് ഫയറിങ് എവിടെയാണ് നമുക്ക് നോക്കാം. നമ്മുടെ സെവർണിയിൽ ഫൈറ്റർ മിസ്റ്റർ വീരപ്പൻ്റെ സ്ക്വാഡ്. സെവർണിയിൽ കയറി നല്ല അടി അടക്കിയിട്ടുണ്ടെന്ന് നമ്മൾ മിസ്റ്റർ വീരപ്പനെ സ്പെക്ക് ചെയ്യാം. മിസ്റ്റർ വീരപ്പൻ 3 കിൽസായി. 6ാമത്തെ സ്ക്വാഡ് 8ാമത്തെ സ്ക്വാഡിന് വൈപ്പാക്കി. എൻ്റെ മോൻ 8ാമത്തെ സ്ക്വാഡ് വൈപ്പായി. ഇത് കിൽ മെസ്സേജ് ഞാൻ അടിയിക്ക് മാറ്റിയത്. ഞാൻ ഇപ്പോൾ ഈ അടുത്താണ് കൺട്രോൾ മാറ്റി, അതുകൊണ്ട് എനിക്ക് കറക്റ്റായില്ല. DXിഗ്രേറ്ററിൻ്റെ സ്ക്വാഡിന് പറ്റിയൊരു മണ്ടത്തരം. മണ്ടത്തരം പറയാം, കാരണം ഇവനിവിടെ എനിമികളായിരുന്നു, ഇവൻ അറിയില്ല. സൈക്കോപ്പാൻ്റെ അവിടെ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ നിൽക്കുന്നു. അവിടെ ആരെയും കയറി വരികയാണെങ്കിൽ അടിക്കാൻ വേണ്ടി അവൻ നോക്കി നിൽക്കുന്നുണ്ട്. ഇവന് നല്ലൊരു ഐഡിയ എന്താ വെച്ചാൽ ഡോർ പുറത്തേക്ക് തുറക്കുകയാണെങ്കിൽ ഇവൻ്റെ ഡോറിൻ്റെ മണ്ടയിൽ കയറി റൂഫ് ടോപ്പിൽ കയറി അവൻ എനിമീനെ അടിച്ച് കൊല്ലാം സുഖമായിട്ട്. ബട്ട് അവൻ അത് ചെയ്തില്ല. അവൻ്റെ അവിടെ പുറത്തേക്ക് തന്നെ ചാടി അവൻ്റെ സ്ക്വാഡിൻ്റെ കൂടെ നിന്നു. DXിഗ്രേറ്റർ കില്ലാക്കിണ്ടായിരുന്നു. ബാക്കിയുള്ള ആൾക്കാരൊക്കെ എവിടെ? മെമ്പേഴ്സൊക്കെ എവിടെ? ഇതിൻ്റെ മണ്ടയിൽ ആളുണ്ടായിരുന്നോ? ഇല്ല, ഇതിൻ്റെ മണ്ടയിലുള്ള ആളില്ല. മണ്ടയിൽ ആളുണ്ടോ? ഹീത്ത് ഉണ്ടല്ലോ ഇവിടെ എവിടെയോ. ഫീത്ത് ഇവിടെ നോക്കി നിൽക്കുന്നു. സ്റ്റെപ്പിൽ ക്യാമ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആരെങ്കിലും സ്റ്റെപ്പിക്ക് വരികയാണെങ്കിൽ അവനെ കൊല്ലാൻ വേണ്ടി UC പിടിച്ചാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഹീത്ത് UC പിടിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മിസ്റ്റർ വീരപ്പൻ ആരെങ്കിലും കയറി വരുന്നുണ്ടോ? ഹീത്ത് നോക്കാക്കി നമ്മൾ സൈക്കോപ്പാണ്ട വന്നത് ഞാൻ കണ്ടിക്കില്ല. സോറി ബ്രോ, എനിക്ക് ആ ഫൈറ്റ് കറക്റ്റ് കവർ ചെയ്യാൻ പറ്റാത്തതിന് സോറി. സൈക്കോപ്പാണ്ട നോക്കിയിട്ട് DBX ലിയോ ഇതാ നമ്മൾ M16A4 വെച്ച് കുറച്ച് ലോങ് പോകുന്നു. ലോങ് ഷോട്ട് അടിക്കാനാണെന്ന് തോന്നുന്നു. M16A4 വെച്ച് ലോങ് ഷോട്ട് അടിക്കാൻ എനിക്ക് നല്ലത്. അല്ലെങ്കിൽ അവൻ എസ്കേപ്പ് ഉണ്ടതാ. ഒരാളിപ്പോൾ നോക്ക് എടുക്കുന്ന നെയിം കറക്റ്റ് വായിക്കാൻ പറ്റിയില്ല, സോറി. നോക്കാം ഇവിടെ എവിടെയെങ്കിലും ആ നെയിം അങ്ങോട്ട് ഏത് പേര് കാണണമെങ്കിൽ മനസ്സിലാവുമല്ലോ. സൈക്കോമൻ ഡോൺ S1 ഗോഡ് കില്ലർ 400 നോക്ക് ഇട്ടിട്ടുണ്ട്. ഗോഡ് കില്ലർ 400 ഏത് സ്ക്വാഡ്? APZ ട്രെമറിൻ്റെ അസാസിൻ സൈക്കോസ് ആണെന്ന് തോന്നുന്നു. അസാസിൻ സൈക്കോസ് ആണോ? അസാസിൻ സൈക്കോസ് ആയിരിക്കാം. APZ ട്രെമറിൻ്റെ സ്ക്വാഡ് ആയിട്ടുള്ള ഫൈറ്റ്. ട്രെമർ ദ ഗോഡ് കില്ലർ 400 നോക്കി നിൽക്കുന്നു. GOD കില്ലർ ഓഫ് ഗോഡ് ഞങ്ങളെ സ്ക്വാഡ് നെയിമാണ്, ഞങ്ങളെ ക്ലാൻ നെയിമാണ്. ഞങ്ങളെ ക്ലാനെ കില്ല് ചെയ്യുന്ന മെമ്പറാണല്ലേ ഗോഡ് കില്ലർ. നോക്കാം അവൻ്റെ കളി എങ്ങനെയുണ്ട് നമുക്ക് വാച്ച് ചെയ്യാം. നല്ല അടിപൊളി ബാഗിൻ്റെ സ്കിന്നൊക്കെ ഉണ്ടല്ലോ. ഇതിപ്പോൾ ഒരുവിധ ആൾക്കാരെ കണ്ടിട്ടുള്ള അടിപൊളി സ്കിന്നൊക്കെയാണ്. ഇതെന്താ ഈ മരത്തിൽ നല്ല ആഴുണ്ട് കേട്ടോ. സാറിന് വേണമെന്ന് ഇത്ര ആഴം കാണില്ല. നമ്മുടെ ഗോഡ് കില്ലർ 400 സ്കാറൽ വാക്കാച്ച് എന്താ വണ്ടി എടുത്ത് കുറച്ച് കറക്കി കളിക്കുന്നുണ്ട്.
എന്താ അറിയില്ല, അവന് പിങ് ഉണ്ട് തോന്നുന്നതാണ്. അവനിപ്പോൾ അവിടുന്ന് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. സ്കാർൽ വക്കച്ച് ആ വണ്ടി അവിടെ വെച്ച് ഇറങ്ങി. അവന് നല്ല നോക്ക് കിട്ടാൻ ചാൻസ് ഇല്ല, നോക്ക് കിട്ടിക്കില്ല. അവനെ ചാൻസ് യൂസ് ചെയ്തില്ല, ഗോഡ് കില്ലറുടെ ചാൻസ് യൂസ് ചെയ്തില്ല. ഗോഡ് കില്ലറിന് പറ്റിയ ചാൻസ് ആയിരുന്നു സ്കാർൽ വക്കച്ച് നോക്കാൻ. ബട്ട് ആ ടൈമിൽ അവൻ ഫയർ ചെയ്തില്ല. സ്കാർൽ വക്കച്ചിന് നല്ലൊരു ചാൻസ്. സ്കാർൽ വക്കച്ച് കുറച്ച് സ്റ്റക്കായിട്ടാണ് മൂവ് ചെയ്യുന്നത്. സുഖമായിട്ട് കില്ല് ചെയ്യാം ബ്രോ, സുഖമായിട്ട് കില്ല് ചെയ്യാം. വേറെ എവിടേക്കാണ് ഫൈറ്റ്? ഹെൽസ്കോഡിൻ്റെ അടുത്ത് 17ാമത്തെ സ്കൂബി നമ്മുടെ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. സ്കൂബിയുടെ കവർ പിടിച്ചിരിക്കുകയാണ്. സ്കൂബീൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് നോക്കാം. സ്കൂബി അവിടെ നിന്ന് കവർ പിടിച്ച് നോക്കുന്നുണ്ട്. അത് ആ ഹെൽപ്പ് വേവ്സ് വൈപ്പേഴ്സിലേക്ക് എല്ലാവരും നേരേക്ക് ഫയർ ചെയ്യാൻ ശ്രമിച്ചു. ബട്ട് അവരുടെ എല്ലാവരും മേത്ത് കൊണ്ടൊക്കെയില്ല. അതായത് വൈപ്പേഴ്സിലേക്കിൻ്റെ ലൈഫ് കുറച്ച് കുറഞ്ഞു തോന്നുന്നു. ഹെൽപ്പ് വേവ്സ് കുഴപ്പമില്ല. ഒരു സ്മോക്ക് വാരി എറിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ സ്മോക്കും എറിഞ്ഞു. ഇവന് നേരത്തെ കുറച്ച് അഡ്വാൻസ് ചെയ്തിട്ടാണ് സ്മോക്ക് എറിയുന്നത്. ഇവന് കറക്റ്റ് കവർ കിട്ടുന്ന രീതിയിൽ. അല്ലെങ്കിൽ ഇവൻക്കുള്ള കവർ ഇവൻ തന്നെ ഉണ്ടാക്കുകയാണോ? അവൻ കവർ സെറ്റാക്കി കറക്റ്റ് പൊസിഷനല്ലേ. അതാ ബിൽഡിങ്ങിനുള്ളിൽ കയറിയ ബിൽഡിങ്ങിൻ്റെ ടോപ്പ് കയറാനുള്ള പ്ലാനാണ് തോന്നുന്നു. ഇവൻ്റെ സ്ക്വാഡിൽ 2 ആൾക്കാർ വൈപ്പാണ്. ബിൽഡിങ്ങിന് ടോപ്പ് കയറാനല്ല, അവരാരെങ്കിലും ഈ ബിൽഡിങ് അഡ്വാൻസ് ചെയ്യാൻ ആ ടൈമിൽ അടിക്കാനുള്ള പ്ലാൻ ആയിരിക്കാം. ആ ജനലിൻ്റെ അവിടെ വിൻഡോയുടെ അവിടെ നിൽക്കുന്നു. അവരാരെങ്കിലും കയറി വരികയാണെങ്കിൽ അടിക്കാനുള്ള പ്ലാനാണ് തോന്നുന്നു. നല്ലൊരു തീരുമാനം. നമ്മുടെ ഹെൽസറോട്ടോ ആ വിൻഡോയുടെ അവിടെ പോയി. സ്കൂബി കണ്ടോ? ഹെൽസറോട്ടോനെ കണ്ടു. ഹെൽസറോട്ടോവിൻ്റെ സ്ഥലത്തേക്ക് ഒരു ഫയർ ചെയ്തു. ഹെൽബേബ്സ് ഇവൻ്റെ പൊസിഷൻ കണ്ടു. ഹെൽബേബ്സ് ഒക്കെ ഇവിടെ ഇവനെ നോക്കി, സ്കൂബിനെ നോക്കി നിൽക്കുന്നു. അവിടെ കിടക്കല്ലേ മണ്ടത്തിലാണ്. കാണാം താഴെ നിന്ന് കറക്റ്റ് ഷോട്ട് ചെയ്യാൻ പറ്റും. കണ്ടോ? ഹെൽബേബ്സ് കറക്റ്റ് ടൈമിൽ കിടന്നു. സ്കൂബിൻ്റെ നേരെ സ്കൂബി ഇതാ ഒരു സ്മോക്ക് എറിഞ്ഞു ബിൽഡിങ്ങിനുള്ളിലിട്ടു. അവൻ നല്ല അടിപൊളി പ്ലെയർ ആണ് തോന്നുന്നു. കറക്റ്റ് പൊസിഷൻ നോക്കി എറിയുന്നുണ്ട്. ആ ഗ്രനേഡ് കുറച്ചും കൂടി ഇപ്പുറത്തേക്ക് ഒരു മോക്ടെയിൽ എറിയുകയാണെങ്കിൽ പിന്നെയും ചാൻസ് ഉണ്ടായിരുന്നു. എന്താ ബിൽഡിങ്ങിനുള്ളിൽ കയറി ബിൽഡിങ്ങിന് ടോപ്പ് കയറുകയാണെങ്കിൽ പിന്നെയും ചാൻസ് ഉണ്ട് അവനില്ലേ, കുറച്ചുകൂടി അഡ്വാൻറ്റേജ്. ഹെൽബേബ്സ് നോക്കാണല്ലോ. ബാക്കിൽ നിന്ന് വേറെ ഫസ്റ്റ് സ്ക്വാഡ് നമ്മളെ MRZ വേലുവിൻ്റെ സ്ക്വാഡിൻ്റെ ഫയറിങ്. 25th സ്ക്വാഡിൻ്റെ അവിടെ നിന്ന് തന്നെ ഫയറിംഗ് ഉണ്ടല്ലോ. റിവൈവ് ചെയ്യുന്നു. ഹെൽസറോട്ടോ ഹെൽബേബ്സിനെ റിവൈവ് ചെയ്യുന്നു. ബട്ട് അവൻ്റെ മറ്റവനെ കില്ല് ചെയ്തെന്നാണ് തോന്നി. അവനെ കില്ല് ചെയ്തു. നമ്മുടെ സ്കൂബിനെ കില്ല് ചെയ്തു. കാണാൻ പറ്റിയില്ല, കാരണം താഴെ കിൽ മെസ്സേജ് എനിക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റിയില്ല. ഇനി ഫസ്റ്റ് സ്ക്വാഡ് ഇങ്ങോട്ട് അഡ്വാൻസ് ചെയ്യുമോ നമുക്ക് നോക്കാം. വേറെ എവിടേക്കാണ് ഫൈറ്റ് നടക്കാനുള്ള ചാൻസ്? 8th സ്ക്വാഡ് സോണിലേക്ക് വരുന്നു. 23rd സ്ക്വാഡ് 23rd സ്ക്വാഡ് സോണിൻ്റെ APZ സ്ക്വാഡ് സോണിൻ്റെ അവിടെ ഉണ്ട്. സൈക്കോസ് വീരപ്പൻ്റെ സ്ക്വാഡ് സൈക്കോസ് PH അവരുടെ അടുത്തൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ആരും കുറച്ച് ഇത്ര കാര്യമായിട്ട് IG ഈവിളുടെ സ്ക്വാഡ് നമ്മുടെ ഗോഡ് GOD ക്ലാൻ്റെ സ്ക്വാഡ്. അതായത് നെയിം കാർഡ് കിട്ടാത്തതുകൊണ്ടൊന്നും ഒരു നെയിം മാറ്റിക്കില്ല. നമുക്ക് നോക്കാം ഇന്നത്തെ മാച്ച് എവിടെ ഇന്ന് ആരെങ്കിലും ലൈവ് കാണുന്നുണ്ട്? എനിക്ക് ഒരു കമൻറ്റ് ഒന്ന് കണ്ടിക്കില്ല. ലോഡ്സ് ഓഫ് ഗെയിംസ് ഇന്നാണോ ഹെൽത്ത് സ്ക്വാഡ് എന്ന് പറഞ്ഞത്? അതാ ഹാരിഷ് ജെ സി വിനോക് ഹെൽത്ത് സ്ക്വാഡ് നല്ല ഫയർ ചെയ്യുന്നുണ്ട്. ഹാരിഷിനെ നോക്കാക്കി ഇത്ര ലോങ്ങിൽ നോക്കാക്കി. വൈപ്പേഴ്സിലേക്ക് ഇത് അവിടെ വിൻഡോ കൂടെ നോക്കി നിൽക്കുകയാണ്. 2 നോക്ക് ജുനൈദോട്ടി നോക്ക്. കുറച്ച് ലോങ് ആയതുകൊണ്ട് ഇവർക്ക് പേടിക്കാനില്ല, കാരണം റിവൈവ് ചെയ്ത് പിന്നെ അവിടെ പോയി നിൽക്കാം. മെർസഡ് വെയിലുക റിവൈവ് കൊടുക്കുന്നു. ഇങ്ങോട്ടേക്ക് നല്ല ഫയറിങ് വരുന്നുണ്ട്. അവിടുന്ന് ഹെൽത്ത് സ്ക്വാഡിൻ്റെ ഹെൽത്ത് സ്ക്വാഡ് കുറച്ച് അഡ്വാൻസ് ചെയ്യുകയാണെങ്കിലാണ് കുറച്ചുകൊണ്ട് ചാൻസ് ഇല്ല. അല്ലെങ്കിൽ ദൂരെ നിന്ന് വെറുതെ ആമോ വേസ്റ്റ് ആവുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിട്ടു, അവിടുന്ന് ഇങ്ങോട്ട് നോക്കിട്ടു, പിന്നെ ലൈഫ് അടിക്കും. അങ്ങനെ അവസാനം ഏറ്റവും കൂടുതൽ പ്രശ്നം നോക്കായ ടീമിൻ്റെ ലൈഫ് കിറ്റൊക്കെ തീരും, ലൂട്ടൊക്കെ തീരും. വേറെ ടീം സീൻ അവർ റഷ് ചെയ്തു. ഹെൽബേബ്സിൻ്റെ സ്ക്വാഡ് റഷ് ചെയ്തു. ഗ്രനേഡൊക്കെ ഇട്ടിട്ടുണ്ട്. എവിടെയാണ്? ഒരാൾ അഡ്വാൻസ് ചെയ്ത് പോകുന്നു. അത് പിന്നെ ആരാണ്? പക്ഷേ എക്സി അൾട്രോൺ എനിക്കത് സ്പെക്ക് ചെയ്യാൻ പറ്റുന്നില്ല ബ്രോ. എക്സി അൾട്രോൺ തൊട്ടെന്താ വരാത്ത? ഹെൽബേബ്സ് ടോപ്പിലെത്തിയല്ലോ. താഴെ വേറെ ഫയറിങ്. ഇവിടെ നല്ല ഫയറിങ് നടക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ജുനൈദോട്ടിനെ ഹെൽബേബ്സ് 1 HP നോക്കാക്കി.
ടീമേറ്റ് ആരെയും വന്നോ? ജുനീദുട്ടിനെ സ്പോട്ടിൽ കില്ലാക്കുകയും ചെയ്തു. നമ്മുടെ നിസാമോപ്പി ഉണ്ട് ഇവിടെ. നിസാമോപ്പിക്ക് എല്ലാവരും വേണ്ടി വ്യൂ ഉണ്ട്. ഫയറിങ് എക്സിയാൾട്ടറിനെ നോക്കാക്കി. എക്സിയാൾട്ടറിനെ സ്പോട്ടിൽ കില്ലാക്കാനുള്ള ശ്രമം. MR7 പേര് ഉള്ളിൽ കയറിപ്പോയി. MR7 പേര് നോക്കാക്കി. ഹെൽബേബ്സ് നോക്കായി. നിസാമോപ്പി ഇവിടെ സ്കോഡ്. നിസാമോപ്പി മാത്രമാക്കി. അവിടെ സ്കോഡിൽ ഒരാൾ മാത്രമാണ് ബാക്കി. 2 സ്കോഡിൽ ഓരോ ആൾക്കാർ ബാക്കി. വൈപ്പേഴ്സ് ലക്ക് ലാസ്റ്റ് മാൻ. വൈപ്പേഴ്സ് ലക്ക് അങ്ങനെ അവരുടെ സ്കോഡിനെ വൈപ്പാക്കി. വൈപ്പേഴ്സ് ലക്കിൻ്റെ സ്കോഡിൽ ഹെൽസലോട്ടോനെ കില്ലാക്കി സാഡ്ലി. ബട്ട് കുഴപ്പമില്ല, കാരണം അടുത്ത സ്കോഡിൽ ബാക്കിയുള്ള 2 ആൾക്കാർ റിവൈവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. വൈപ്പേഴ്സ് ലക്കിനെ റിവൈവ് ചെയ്യാം, അങ്ങനെ തന്നെ ഹെൽബേബ്സിനെ റിവൈവ് ചെയ്യാൻ പറ്റും. ഹെൽസലോട്ടോ ഫീലിംഗ് സാഡ് ഫോർ യു. ഹെൽസലോട്ടോനെ രക്ഷിക്കാൻ പറ്റിയില്ല, കാരണം അവൻ സ്പോട്ടിൽ തന്നെ കില്ലാക്കി. അതാണ് പറ്റിയ. അടുത്ത സ്കോഡ് റഷ് ചെയ്തില്ലേ? അവർ വണ്ടി എടുത്ത് പോയല്ലോ. അവർ നിർത്തി. ലോഡ്സ് എൻ്റെ മോനോ. ലോഡ്സിന് വരാൻ പറ്റിയ ടൈം. അവിടെ ഒരു 3 ആൾക്കാരേ ഉള്ളൂ. തൊട്ട് ഇപ്പുറത്തെ ബിൽഡിംഗ് ആണ്. ഇവർ കുറച്ച് നല്ലോണം കവറൊക്കെ എടുത്ത് സമയം എടുത്ത് മെല്ലെ അടിക്കാനുള്ള പ്ലാനിലാണെന്ന് തോന്നുന്നത്. അവർ ഡയറക്റ്റ് റഷ് ചെയ്തില്ല. അവർ തൊട്ടിപ്പുറത്തെ ബിൽഡിംഗ് കയറി ലൂട്ടൊക്കെ സെറ്റാക്കി മെല്ലെ കയറാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അവിടെ എനിമിയുടെ കാര്യം ഇവർക്ക് അറിയില്ല. ഈ ഒരു ഗ്രനേഡ് പൊട്ടിയപ്പോൾ എന്താ വെച്ചാൽ അടുത്ത് അവിടെ ഇവിടെ എനിമി ഉണ്ടെന്നൊക്കെ അവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. 10 സ്കോഡ് ബാക്കി. ഗൈസ്, ഇന്ന് ആരെങ്കിലും ലൈവ് കാണുന്നുണ്ടോ? ആരെയും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹായ് ഇടുമോ? കാരണം എനിക്ക് മനസ്സിലാക്കാനാണ് നിങ്ങൾ ആരെയും ലൈവ് കാണുന്നുണ്ടെന്ന്. ഇത് 2 ഡിലേ ഉണ്ടല്ലോ. ശരിയാ, ഇത് കുറച്ച് ഡിലേ ഉണ്ട് ഗൈസ്. നിങ്ങൾ കുറച്ച് കഴിഞ്ഞാലേ ഇത് കാണുള്ളൂ. വൈപ്പേഴ്സ് ലക്കിൻ്റെ സ്കോഡിന് അങ്ങോട്ടേക്ക് നല്ല ഗ്രനേഡ് പോകുന്നുണ്ട്. എക്സിയാൾട്ടറിൻ്റെ ലൈഫ് കുറച്ച് കുറഞ്ഞു. എക്സിയാൾട്ടറിനൊക്കെ അവിടെ റിഡ്ജ് കവർ എടുത്ത് നിൽക്കുകയാണ്. അവൻ ഫസ്റ്റ് എയ്ഡ് അടിക്കുന്നു. കുറച്ച് നല്ല സേഫ് പൊസിഷനിൽ നിന്നിട്ടാണ് ഫസ്റ്റ് എയ്ഡ് അടിക്കുന്നത്. ഗ്രനേഡ് അവിടെ നിന്നൊക്കെ പൊട്ടുന്നുണ്ട്. നമ്മുടെ ലോഡ് ബീസ്റ്റിനെ നോക്കാക്കി. ഒരു മോക്ടെയിൽ ഇടുന്ന ടൈമിൽ ലോഡ് ബീസ്റ്റിൻ്റെ മോക്ടെയിൽ ഹെൽബേബ്സ് നോക്കായിട്ടുണ്ട്. വൈപ്പേഴ്സിലേക്ക് സ്പോട്ടിൽ റിവൈവ് എടുക്കാൻ പോയി. അപ്പുറത്തും ഇപ്പുറത്തും ഓരോ നോക്കാണ്. ഇവിടുത്തെ നോക്കിൽ റിവൈവ് എടുക്കുന്നു, അവിടുത്തെ നോക്കിൽ സ്മോക്ക് ഇടാണ്ട് റിവൈവ് എടുക്കുന്നു. ഞങ്ങൾക്ക് അങ്ങനെ സ്മോക്കിനൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വൈപ്പേഴ്സിലേക്ക് റിവൈവ് ചെയ്ത് കഴിയുമ്പോൾ ലൈഫ് അടിക്കുന്നു. റഷ്യൻ സമ്മതിക്കില്ല, അതിന് മുമ്പ് ലൈഫ് അടിക്കണം. തൊട്ട് മേലത്തെ സ്റ്റെപ്പ് ലൈഫ് അടിക്കുന്നു. ലൈഫ് അടിച്ചു. അവൻ നോക്കിക്കൊണ്ടേ നിൽക്കുന്നു. അടുത്ത ഗ്രനേഡ് അങ്ങോട്ടേക്ക് നല്ല ഗ്രനേഡ് എറിയുന്നുണ്ട്. വേറെ എവിടെയും ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ടോ ഗൈസ്? ഞാനൊന്നും കാണുന്നില്ല. എൻ്റെ മോന് ഫൈറ്റ് നടക്കാൻ വേറെ എവിടെയും ചാൻസ് കാണുന്നില്ല. ഇവിടെ മാത്രമേ കുറച്ച് അടുത്തടുത്ത് സ്ക്വാഡ് കൂടി നിൽക്കുന്നുള്ളൂ. ബാക്കി അടുത്ത് കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. അതാണ് നമ്മുടെ ലോഡ് കലേഷി അഡ്വാൻസ് ചെയ്ത് കയറി. ലോഡ് കലേഷി സോളോ കളിച്ച് മോൺസ്റ്റർ ആവുകയാണ്. അവൻ്റെ സ്ക്വാഡിൽ ഒരാൾ ഇതിൽ കൂടെ ചാടിയിട്ടുണ്ട്. ഇവൻ്റെ സ്ക്വാഡിൽ ആരാ ചാടിയേ? ഇവൻ്റെ സ്ക്വാഡിൽ എല്ലാവരും കയറിയോ? എല്ലാവരും വരിക്ക് കയറി വന്ന് ഇവിടെ കുറേ ഗ്രനേഡൊക്കെ പൊട്ടുന്നുണ്ട്. ലോഡ് കലേഷി ഇവിടെ കുറച്ച് കവർ എടുത്തിട്ട് ലോഡ് കലേഷിന് സ്പെക്ക് ചെയ്യാം. ഹെൽബേബ്സ് പുറത്ത് ചാടി. ഹെൽബേബ്സിൻ്റെ പ്ലാൻ എന്താ? ഹെൽബേബ്സിന് മുന്നിൽ തന്നെ വന്നു. ഹെൽബേബ്സ് പാവം സ്പോട്ടിൽ ഡെഡായില്ല. നോക്കാക്കിയിട്ടുള്ളൂ. ഡെഡാക്കി പാവം സാഡാക്കി. എക്സിയാൾട്രോൺ എക്സിയാൾട്രോണിന്റെ പൊസിഷൻ കറക്റ്റ് മനസ്സിലാക്കിയില്ലേ? വൈപ്പേഴ്സിലേക്ക് ഇതാ കയറി. വൈപ്പേഴ്സിലേക്ക് അടി. നോക്ക്. നല്ലൊരു നീഡ്. ആ നീഡിലായിട്ട് നോക്കാവോ? ഇല്ല, പാവം. ആരാണ് കയറി പോകുന്നത്? എനിക്ക് കാണാൻ പറ്റുന്നില്ല. വൈപ്പേഴ്സിലേക്ക് റിവൈവ്. പൊളി. കില്ല് ചെയ്യാൻ പറ്റിയില്ല എൻ്റെ മോനെ. വൈപ്പേഴ്സിലേക്ക് കുറെ കളി അവൻ്റെ സ്ക്വാഡിൽ 2-3 ആൾക്കാരൊക്കെ നോക്കാക്കി. ബട്ട് സാഡ്ലി ലാസ്റ്റ് ടൈമിൽ ഇവൻ ഡെഡായി പോയി. ഇവൻ ഗണ്ണ് സ്വിച്ച് ചെയ്ത് ഇവൻ അടിച്ചപ്പോഴേക്കും ഇവൻ്റെ ടീമേറ്റ് കൂടെ ചാടി കയറി വന്ന് അതിലിവൻ്റെ ഫുൾ കൺട്രോളും പോയി. അതാണ് പറ്റിയത്. അവൻ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇവന് 2 കില്ല് കിട്ടിയാൻ എൻ്റെ മോനെ. പൊളി കളി വൈപ്പേഴ്സിലേക്ക് പ്രോ ആണ് ഗൈസ്.
അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഫൈറ്റ് എവിടെയാണ്? നമ്മുടെ 7th സ്ക്വാഡ് വൈപ്പായി. 7th സ്ക്വാഡ് അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? 21st സ്ക്വാഡ്, 16th സ്ക്വാഡ്, 8th സ്ക്വാഡിൻ്റെ അടുത്ത് ടീംസ്. അർജുൻ്റെ സ്ക്വാഡിൻ്റെ അടുത്തത് 6th ടീം. ആറാമത്തെ ടീമിൽ ഒരാൾ മാത്രം, ഡിവെക്സ്ലിയോ. ബാക്കിയുള്ള എല്ലാവരും അവിടെ നിന്ന് വൈപ്പ് ആയി പോയി. ഡിവെക്സ്ലിയോ മാത്രമേ ഉള്ളൂ. ഡിവെക്സ്ലിയോ സ്കോപ്പൊക്കെ ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ അടിക്കാനുള്ള പ്ലാൻ ആണെങ്കിൽ തോന്നുന്നു. അടിക്കുമോ നോക്കാം നമുക്ക്. ഇവൻ്റെ നീക്കങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് വാച്ച് ചെയ്യാം. നമുക്ക് ക്ഷമയോടെ കാത്തിരുന്ന് കാണാം. എനിക്ക് നോക്കാൻ തോന്നി നന്നായില്ലെങ്കിൽ ഫോൺ അതിന് മുമ്പ് സ്വിച്ച് ഓഫ് ആയി പോയേനെ ലൈവ് കഴിയുന്നതിന് മുന്നേ. ഞാൻ ഫോൺ ജസ്റ്റ് ചാർജ് ചെയ്യട്ടെ ഗൈസ്. ചാർജർ എൻ്റെ മോനോ. ഡിവെക്സ്ലിയോ ഇവിടുന്ന് മൂവ് ചെയ്യുന്നില്ല. അവൻ 4 ആൾക്കാരെ കണ്ടോണ്ടാണ് ഇവൻ ഫയർ ചെയ്യാൻ അത്ര ധൈര്യം പോരാ. കാരണം എനിമീസ് 4 ആൾക്കാരും കൂടെ ഒരുമിച്ച് വന്നാൽ ഇവൻ നിസ്സഹായനാവും അല്ലേ. വീരപ്പൻ്റെ സ്ക്വാഡ് മാത്രം സോണിൽ, ബാക്കിയുള്ള എല്ലാവരും പുറത്ത്. എന്തെങ്കിലുമൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ? ഇല്ലേ? അതെ, 7th സ്ക്വാഡ് ഇതാ സോണിലേക്ക് കയറുന്നു. ആ പുറകെ തന്നെ നമ്മൾ എൻ്റെ മോൻ HLM സ്ക്വാഡ് ഉണ്ടായിരുന്നു അല്ലേ? ഓരോ നേരത്തെ ഇത്ര നേരം കണ്ടില്ല. നീലേൻ്റെ പുറത്തായപ്പോൾ കണ്ടില്ല. 6th ഡിവെക്സ്ലിയോ ഇത്ര നേരമായിട്ട് ഫയർ ചെയ്തിട്ടില്ല. ഡിവെക്സ്ലിയോ കുറച്ച് സേഫായി കളിക്കാനുള്ള പ്ലാനിലായിരിക്കാം. കുഴപ്പമില്ല, കാരണം അവൻ സോളോ അല്ലേ, അതുകൊണ്ടാണ്. അവൻ നല്ല OP പ്ലെയറൊക്കെയാണ്. ബട്ട് സോളോ ആയതുകൊണ്ട് അവൻ അത്ര ധൈര്യം പോരായിട്ടായിരിക്കാം. നല്ല IG ഈവിളുടെ സ്ക്വാഡ്, അതായത് നമ്മളെ GOD സ്ക്വാഡ് മുന്നിലൊരാൾ ഓടുന്നു. OP ഇവൻ്റെ ടീംമേറ്റ് തന്നെയല്ലേ? ഞാൻ പെട്ടെന്ന് ചോദിച്ചാൽ അവിടെ പെട്ടെന്ന് ഒരാൾ മൊട്ടി മുളച്ചത്. കാരണം നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ ആളെ കണ്ടില്ല. ബട്ട് പെട്ടെന്ന് ഇപ്പം നോക്കിയപ്പോൾ ആളെ കണ്ടു. നമ്മുടെ ലോർഡ് കലേഷിൻ്റെ സ്ക്വാഡ്, HLM സ്ക്വാഡ് എന്താ ചെയ്യുന്നത്? 22nd സ്ക്വാഡ്, HLM സ്ക്വാഡ്. മെഗാട്രോൺ HLM മെഗാട്രോൺ 4 കില്ലുണ്ട്. ബട്ട് എനിക്ക് 4 കില്ലും കവർ ചെയ്യാൻ പറ്റിയില്ല. സോറി ബ്രോ. ഇവനെന്താ വണ്ടി കിട്ടിയിട്ട് വണ്ടി നേരെ കറക്കി സോണിൻ്റെ എഡ്ജിക്ക് പോകാണ് തോന്നുന്നു. 12th സ്ക്വാഡ് ക്ലാഷ് ആവാൻ ചാൻസ് ഉണ്ട്. 12th സ്ക്വാഡ് ലോഡ്സ് ഇല്ല, അവിടും രക്ഷപ്പെട്ടു പോയി. പിന്നെ എവിടെയാണ് ഒരു ഫൈറ്റിന് ചാൻസ് ഉള്ളതല്ലേ? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോവുകയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ വെടി വെക്കടേ. എന്തടേ എന്തൊരു തേപ്പടേ. ആംഗ്രി പാണ്ടേൻ്റെ സ്ക്വാഡിൻ്റെ അടുത്തേക്ക് ഇതാ നമ്മൾ 12th സ്ക്വാഡ് റഷീദ് കയറിയത് ആംഗ്രി പാണ്ടൻ്റെ വീട് തൊട്ട് താഴെ. ആംഗ്രി പാണ്ട നല്ല ഫയറിങ്. ഇവിടെ 3 ആൾക്കാർ ആംഗ്രി പാണ്ട ഫയർ ചെയ്തു. ആംഗ്രി പാണ്ടൻ്റെ നല്ല ഫയറിങ്. ഇവിടുന്ന് ഫയറിങ്. മേലെ കയറി ആംഗ്രി പാണ്ടനെ നോക്കുന്നു. ബട്ട് ഇവനെ എഴുവിനെ കണ്ടില്ല. പാവം ആംഗ്രി പാണ്ട നോക്കായി. പാവം ആംഗ്രി പാണ്ട. മിസ്റ്റർ വീരപ്പൻ എൻ്റെ മോനെ പ്രീ അഡ്വാൻസ് ചെയ്തിട്ട് ഫയർ ചെയ്തു. സൈക്കോ പാണ്ട കില്ലെടുക്ക് സൈക്കോ പാണ്ട കില്ലെടുക്ക് സ്പോട്ടിൽ കില്ലെടുക്കണം. ലോർഡ് കലേഷിനെ സോളോ ആക്കിക്കൊണ്ട് ബാക്കിയുള്ള എല്ലാവരും കൊന്നു. ഇനി നമ്മുടെ COD അച്ചു OP എനിക്ക് അറിയാം. നമ്മുടെ ലോക്കൽ സ്ക്വാഡിൽ എൻ്റെ മോൻ OP സ്ക്വാഡാണ്, OP ക്ലാനാണ്. അച്ചു OP എൻ്റെ മോനോ. ഇവരാണ് ഇവരോട് കളിക്കുന്നത്. കുഴപ്പമില്ല. നമ്മുടെ കലേഷിൻ്റെ സ്ക്വാഡിൽ സോളോ ആയി. നമ്മുടെ സൈക്കോമാൻ ഗോഡ് കില്ലറിൻ്റെ സ്ക്വാഡിൽ ഡ്യുവോ. ഗോഡ് കില്ലർ മാത്രമാണ് സോളോ കളിച്ചാൽ. നേരത്തെ മറ്റേ സ്ക്വാഡിന് മുന്നിൽ കൂടെ കുറച്ച് നേരം കൂടെ കളിക്കുന്നുണ്ട്. അവിടുന്ന് കില്ലായതായിരിക്കാം. HLM സ്ക്വാഡ്. ഇനി മൊത്തം 7 സ്ക്വാഡ് ബാക്കി. 7 സ്ക്വാഡ്. അതിൽ ആരാദ്യം? ഡിവെക്സ്ലിയോ ഇപ്പോഴും അവിടെ പാമ്പാണോ? അതെ, ഡിവെക്സ്ലിയോ അറ്റ് ലാസ്റ്റ് എണീച്ചു. ഡിവെക്സിലേക്ക് ഇപ്പോൾ അവിടെ എനിമി ഉണ്ടെന്ന് സംശയമാണെന്ന് തോന്നുന്നു. അതാണ് അവിടേക്ക് തന്നെ നോക്കി നിൽക്കുന്നത്. ഫാൾ ബാക്ക് ടു സേഫ് സോൺ. ഇതവൻ വണ്ടി എടുത്തു. വണ്ടിയൊക്കെ വെച്ച് സേഫായിട്ടാണ്. ഇവൻ റിസ്ക് എടുക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ്. റിസ്ക് എടുക്കാൻ താല്പര്യമായിട്ടായിരിക്കാം. 8th സ്ക്വാഡ് കീച്ചുഡാവിൻ്റെ മുന്നിൽ ദ എനിമീസ്.
അതാരെ ഫയർ ചെയ്തപ്പോൾ എനിക്കറിയില്ല. ഇത് ഷാര കളിക്കില്ല. സ്റ്റെഫിൻ ജോസഫ് നോക്കാണല്ലോ. സ്റ്റെഫിൻ ജോസഫ് ഏതാ സ്ക്വാഡ്? കീച്ചുഡാവിൻ്റെ സ്ക്വാഡാണ് സ്റ്റെഫിൻ ജോസഫ്. അവൻ ഓൾറെഡി നോക്കായി. കീച്ചുഡാവ് നോക്കി നിൽക്കുന്നു. കീച്ചുഡാവ് അപ്പുറത്ത് നമ്മൾ IHL സ്ക്വാഡ് ഉണ്ട്. 21st സ്ക്വാഡ് എക്സ്പേർട്ട് തീഫിൻ്റെ സ്ക്വാഡ് ഇതാ സോണിലേക്ക് ഓടുന്നു. അവിടെ നല്ല ഫയറിംഗ് സൗണ്ട്. ഡോൺ അച്ചു OPN നോക്കാക്കി. ഡോൺ S12 അച്ചു OPN നോക്കാക്കി. റഫ്സൽ സാദ എന്താ റിവൈവ് കൊടുക്കാൻ വേണ്ടി വന്നു. റഫ്സൽ സാദ എന്താ അവന് നോക്കുന്നു. റഫ്സാദ് നോക്കിട്ടു. ആ സെയിം ടൈമിൽ അവന് പുറകുന്നുള്ള കിട്ടിയുള്ള ഫയറിങ്. നമ്മുടെ സൈക്കോ ഇവൻ്റെ ഫയറിങ്ങിൽ ഇവന് നോക്കായി. ഡോണെ റിവൈവ് ചെയ്യാൻ പറ്റിയില്ല. ഡോണെ പ്ലേയും കില്ലാക്കി. ആ ദേഷ്യത്തിൽ നമ്മൾ റഫ്സലിനെ കില്ലാക്കാവുന്ന. അതാ റഫ്സലിനെ കില്ലാക്കി ആ ദേഷ്യത്തിൽ. അപ്പോൾ റഫ്സലിനെ കില്ലാക്കിയ ദേഷ്യത്തിൽ ഇതാ ഈവിള് നോക്കാക്കി. ഇവർ ഫുള്ളും അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. ഇവൻ്റെ സ്ക്വാഡ് ഒരാൾ തൊട്ടാൽ അവർ അങ്ങോട്ട് തിരിച്ചോടും. അവർ സൈഡിൽ നമ്മുടെ 2 നോക്ക്. IHL സനു നോക്ക്. എക്സ്പേർട്ട് തീഫിൻ്റെ സ്ക്വാഡ്. എക്സ്പേർട്ട് തീഫ് ഇവർ അവിടെ IHL സനു ഒറ്റയ്ക്കായി പോയി. പാവം IHL സനു. എക്സ്പേർട്ട് തീഫൊക്കെ നല്ല സോൺ ഔട്ടിലാണ്. IHL സനു എന്നിട്ടും ഡെഡ് ആയിക്കില്ല. IHL സനു റിവൈവ് ആവാനുള്ള നല്ല ശ്രമത്തിലായിരുന്നു. ബട്ട് ആ ശ്രമങ്ങളൊക്കെ പാഴായിപ്പോയി. എക്സ്പേർട്ട് തീഫ് ഇത് അവിടെ നിന്ന് റിവൈവ് കൊടുക്കുന്നു. നമ്മുടെ റെയ്ഡൻ അല്ലേ? റെയ്ഡൻ ഇതാ റിവൈവ് കൊടുക്കുന്നു. ആ ടൈമിൽ സ്മോക്കറിന് റിവൈവ് കൊടുക്കുന്നു. സ്മോക്കറിന് IG അല്ല ഈവിൾ OPA ഇതൊരു നോക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതെന്താ OPA പെയിൻ കില്ലറൊക്കെ അടിക്കുന്നു. അവിടെ മുന്നിൽ നല്ല ഫയറിങ്. മുന്നിൽ നമ്മൾ IG ഈവിളിൻ്റെ ഫയറിങ്. ഈവിൾ സ്റ്റെഫിനെ വീണ്ടും നോക്കാക്കി. രുചേഷ് ഇതാ അവരെ നോക്കുന്നു. രുചേഷ് OPN നോക്കി ഫയർ ചെയ്യുന്നു. AWM ആണ് ഇവൻ്റെ കയ്യിൽ. ഒരു സിംഗിൾ ഷോട്ട് കിട്ടുകയാണെങ്കിൽ അവർ നോക്കാണ്. എൻ്റെ മോനോ MF അവരെ ഗണ്ണാല്ലേ. രുചേഷ് ഇത് അവിടെ നിന്ന് റിവൈവ് കൊടുക്കുന്നു. റിവൈവ് കൊടുത്തതിന് ശേഷം ഫയർ ചെയ്യാൻ അയക്കാം. അച്ചു OPN കുറച്ച് അഡ്വാൻസ് ചെയ്ത് ആ ടൈമിൽ ഇതാ അവിടുന്ന് രുചേഷിനെ കണ്ട ടൈമിൽ പീക്ക് ചെയ്ത് അടിച്ച് രുചേഷിനെ നോക്കാക്കി. കിടക്കാൻ സമയം കൊടുത്തില്ല. രുചേഷിനെ സ്പോട്ട് കില്ലാക്കാനുള്ള ശ്രമം. ബട്ട് സ്റ്റെഫിൻ ജോസഫ് ഇവൻ ആ ടൈമിൽ നോക്കാക്കി. സ്റ്റെഫിൻ ജോസഫ് ഇതാ റിവെഞ്ച് എടുക്കാനുള്ള പ്ലാനാണ്. സ്റ്റെഫിൻ ജോസഫ് കില്ലാക്കി ഗൈസ്. നോക്കണ്ട, റിവൈവ് ആവില്ല, കില്ലായി. ഇനി IG ഈവിൾ മാത്രം ബാക്കി. ഇവൻ്റെ സ്കോഡ് IG ഈവിൾ വളഞ്ഞുള്ള സ്മോക്കൊക്കെ കുറച്ച് വെറുതെ ആയി പോയെന്ന് സംശയം അല്ലേ? 2 സ്മോക്ക് ഇട്ട് കുറച്ച് സ്മോക്ക് കവർ എടുക്കാൻ നിൽക്കുന്നു. അവൻ്റെ സോണിലേക്ക് കാരണം നോക്കുകയാണെന്ന് തോന്നുന്നു. അവിടെ മുന്നിൽ നമ്മൾ HLM സ്ക്വാഡ് 4 കില്ല് ഇപ്പോഴും 4 കില്ല് തന്നെയാണ് ഷാഡോൻ്റെ സ്ക്വാഡ്. HLM മെഗാട്രോൺ ആണ് കില്ലെടുത്തിട്ടുള്ളത്. അത് നമ്മുടെ എക്സ്പേർട്ട് തീഫിൻ്റെ സ്ക്വാഡ് ഇതാ അവർ ഡ്യുവോ ആണ്. ഇപ്പോൾ സ്ക്വാഡിലെ ഡ്യുവോ ആണ്. അവർ വണ്ടി എടുത്ത് കറങ്ങാണ്. ആ വണ്ടി എടുത്തത് ഒരു സ്ക്വാഡിൻ്റെ മൂട്ട് പോയി. ലോഡ് കലീഷിൻ്റെ സ്ക്വാഡ് എടുത്താണ് പോയി നിന്ന്. അത് റെയ്ഡൻ നോക്കാൻ പോകുന്നു. ഇല്ല, റെയ്ഡൻ നോക്കായില്ല. ഭാഗ്യം കൊണ്ട് തന്നെ റെയ്ഡൻ നോക്കാത്ത ഭാഗ്യമാണ്. എക്സ്പേർട്ട് തീഫ് അവിടെ കിടന്ന് പാമ്പായിട്ട് എപ്പുറത്തേക്ക് നോക്കുന്നു. ആ വീട്ടിൽ എനിമിയുള്ള കാര്യം അറിയില്ല. റെയ്ഡൻ്റെ വീട്ടിൽ എനിമിയുള്ള കാര്യം അറിയാൻ കാണും. ലോഡ് കലീഷ് നോക്കുന്നുണ്ട്. ലോഡ് കലേഷ് ഇത് അവനെ നോക്കി നിൽക്കുന്നു. ഗ്രനേഡ് കുക്ക് ചെയ്തു. റെയ്ഡൻ നേരെ എറിയാനാണ്. റെയ്ഡൻ്റെ വ്യൂ നോക്കാം. ആ ഗ്രനേഡ് കുറച്ച് തെറ്റിപ്പോയില്ലേ. അപ്പോൾ എക്സ്പേർട്ട് തീഫിൻ്റെ പൊസിഷൻ മനസ്സിലായി. എക്സ്പേർട്ട് തീഫ് ഇതാ അവിടുന്ന് സ്കോപ്പ് ചെയ്യുന്നു. ലോഡ് കലേഷാണ്. എക്സ്പേർട്ട് തീഫിനെ കണ്ടിട്ടുമില്ല. പാവണ്ടല്ലേ ലോഡ് കലേഷി. 4 ടീം ബാക്കി സ്റ്റില്ലേ. ലോഡ് കലേഷിയും ഈവിളും സോളോ. ആ റെയ്ഡന് കൊടുക്കാൻ നല്ല ചാൻസ് ഉണ്ട് അല്ലേ. കുക്കിംഗ് ഓവർ കുക്ക്ഡ് ആയി പോവാണ് ബ്രോ. കുക്കിംഗ് അത്ര കുക്ക് ചെയ്യല്ലേ. അത് ലോഡ് കലേഷി വീട് മാറി പൊസിഷൻ മാറി ഫയർ ചെയ്യാൻ പറ്റുമോ നോക്കുകയായിരിക്കും. അല്ലെങ്കിൽ വണ്ടി എടുത്ത് വിടാനുള്ള പ്ലാനാണോ? അതെ, വണ്ടി എടുത്ത് വിടാനുള്ള പ്ലാനാണോ? അല്ല, അവൻ സോണിലേക്ക് പോവുകയാണ്. സോണിലേക്ക് ഓടുകയാണ്. സോണിൽ പോയിട്ട് കിടന്നിട്ട് അവിടേക്ക് അടിക്കാന്ന് വിചാരിച്ചിട്ടായിരിക്കാം അവർ വണ്ടി എടുത്ത് നേരെ സോണിലേക്ക് പോകുന്നു. നമ്മുടെ ഒരു റിസ്ക് എടുത്തില്ല. അതായത് അവിടുന്ന് വണ്ടി എടുത്ത് പോയപ്പോൾ നമ്മുടെ HLM അൻഫുൻ ഫയർ ചെയ്തു. കറങ്ങി കഴിഞ്ഞ് IG ഈവിളിൻ്റെ അടുത്ത് പോയി. ഈവിൾ അവിടെ ഡ്രോപ്പ് കവർ എടുത്ത് നിന്നു. നമ്മുടെ ലോഡ് കലേഷ് റെയ്ഡറിൻ്റെ എക്സ്പേർട്ട് തീഫിന് അവസാനം ലോഡ് കലേഷിന് മുന്നിലേക്ക് തന്നെ എത്തി. അവൻ്റെ ഗ്രനേഡിലായിരുന്നോ? അല്ല, വണ്ടി പൊട്ടി തെറിപ്പിച്ച് കൊന്നു ലോഡ് കലേഷി.
അവസാനം ലോഡ് കലീഷിൻ്റെ അടുത്ത് നിന്ന് കറങ്ങിപ്പോയി ലോഡ് കലീഷിൻ്റെ അടുത്ത് തന്നെ വന്നു നിന്നു ചത്തു. ലോഡ് കലേഷ് OP ബ്രോ. ലോഡ് കലേഷ് കുറച്ച് മുന്നോട്ട് അഡ്വാൻസ് ചെയ്ത് നമ്മൾ ഈവിൾ OPൻ്റെ മുന്നോട്ടാണ് പോകുന്നത്. ഈവിൾ OP കറക്റ്റ് പൊസിഷൻ അറിയോ? ഈവിൾ OPക്ക് പണി കിട്ടി. അതാ നമ്മളെ ഈവിൾ OPക്ക് പണി കിട്ടി. ഈവിൾ OP അവിടെ കറക്റ്റ് കവർ എടുത്ത് കടന്നു. ബട്ട് താഴെ നിന്ന് നമ്മുടെ HLM മെഗാട്രോൺ കില്ലാക്കി. HLM മെഗാട്രോൺ ഇപ്പോൾ 5 കില്ലായി. ഇനി ഒരു ലോഡ് കലേഷിയും അവന് മാത്രമാക്കി. ലോഡ് കലേഷി കവർ ഇല്ലാണ്ടായിപ്പോയി. ലോഡ് കലേഷിനെ കില്ലേക്കൊണ്ട് നമ്മളെ HLM സ്ക്വാഡ് ചിക്കൻ അടിച്ചിരിക്കുന്നു ഗൈസ്. ചിക്കൻ നമ്മുടെ HLM സ്ക്വാഡ് കൊണ്ടുപോയി വിത്ത് 6 കില്ലെടുത്തുകൊണ്ട് നമ്മൾ HLM സ്ക്വാഡ് ചിക്കൻ അടിച്ചിരിക്കുന്നു. നമുക്ക് നോക്കാം ടോപ്പ് കില്ലെടുത്ത മെമ്പർ ഏതാണെന്ന് നോക്കാം. ഇപ്പം നിലവിൽ HLM മെഗാട്രോൺ ആണ് നമ്മൾ കാണുന്നത്. 5 കിൽ ടോപ്പ് കിൽ. അതിലും കൂടുതൽ കില്ലെടുത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. വാച്ച് ചെയ്യാം. 4 കിൽ മിസ്റ്റർ വീരപ്പൻ 4 കില്ലുണ്ട്. അങ്ങനെ തന്നെ 3 കിൽ സ്കൂബി ഇല്ല. അതിലും ടോപ്പ് കില്ലില്ല. അങ്ങനെ 5 കില്ലെടുത്തുകൊണ്ട് നമ്മൾ HLM മെഗാട്രോൺ ടോപ്പ് കില്ലെടുത്ത മെമ്പർ ആയിരിക്കുന്നു ഗായ്സ്. ടോപ്പ് കില്ലെടുത്ത സ്ക്വാഡ് ഏതാണ് നോക്കാം അല്ലെ. ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ ഉണ്ടെങ്കിൽ ലാസ്റ്റ് നോക്കാം അല്ലെ. ടോപ്പ് കില്ലെടുത്ത സ്ക്വാഡ് HLM സ്ക്വാഡ് ഫസ്റ്റ്. സെക്കൻഡ് പ്ലേസ് അടിച്ച നമ്മളെ ലോഡ്സ് സ്ക്വാഡ് എത്ര കില്ലാണ് നോക്കാം നമുക്ക്. 4, 5, 6, 8 കില്ലെടുത്താണ് ഒരു സെക്കൻഡ് അടിച്ചിരിക്കുന്നത്. 8 കില്ലെടുത്തുകൊണ്ട് സെക്കൻഡ്. തേർഡ് പ്ലേസ് അടിച്ച നമ്മളെ GOD സ്ക്വാഡ് എത്ര കിൽ? 5 കിൽ ഗൈസ്. 5 കില്ലെടുത്താണ് ഒരു തേർഡ് അടിച്ച്. ഫോർത്ത് അടിച്ച നമ്മുടെ എക്സ്പെർട്ട് തീഫിൻ്റെ സ്ക്വാഡ് 1 കിൽ. ഫിഫ്ത്ത് അടിച്ച നമ്മുടെ കീച്ചുഡാവിൻ്റെ സ്ക്വാഡ് നമ്മുടെ ദ സ്റ്റോംസ് 1, 2, 4, 3, 5 കിൽ. 6 അടിച്ച നമ്മുടെ DVXലിൻ്റെ സ്ക്വാഡ് 1 കിൽ. 7 അടിച്ച നമ്മുടെ സൈക്കോമാക്സ് ഗോൾഡ് കില്ലർ 400 ഡോൺ S12 2 കിൽ. 8 അടിച്ച് നമ്മുടെ സൈക്കോ പാൻഡ നമ്മുടെ ടീം ടാർഗരീൻസ് 4, 5, 6, 1 7 കിൽ. 7 കില്ലെടുത്താണ് ഒരു 8ാം സ്ഥാനം അടിച്ച്. 9ാം സ്ഥാനം അടിച്ച് നമ്മുടെ ഹെൽബേബ്സിൻ്റെ ഹെൽത്ത് സ്ക്വാഡ് എത്ര കിൽ? 2, 2, 4, 2, 6 കിൽ. നമ്മളെ വൈപ്പേഴ്സ് ലേക്കിൻ്റെ OP ഇത് കളി നമ്മൾ കണ്ടായിരുന്നു അല്ലേ. വൈപ്പേഴ്സ് ലേക്ക് ഒറ്റയ്ക്ക് 2, 3 നോക്കൊക്കെ 3 നോക്കായിട്ട് എടുത്തു അല്ലേ. അവിടുന്ന് അപ്പാർട്ട്മെന്റിൽ നിന്ന് OP കളിയുന്നു വൈപ്പേഴ്സ് ലേക്ക്. 10ാം സ്ഥാനം അടിച്ച നമ്മുടെ റീപ്പർ കൊണ്ട് ബ്ലാക്ക് ഡോഗ് 0 കിൽ. 11ാം സ്ഥാനം അടിച്ച നമ്മുടെ ജുനൈദൊട്ടിൻ്റെ സ്ട്രീറ്റ് ഗെയിമിംഗ് MR സെറ്റ് വേരിയൻ്റ് 1 കില്ല് വെച്ചിട്ട് അവർ സ്കോർ 1 കിൽ. 12ാം സ്ഥാനം അടിച്ച നമ്മുടെ APC ട്രെമർ സ്കാറൽ വക്കച്ചൻ റീസൺസ് ഒരു 1 കിൽ. 11ാം സ്ഥാനം അടിച്ച നമ്മുടെ ബൂഗി കെമിക്കൽ അസീദ് സ്കൂബി കെമിക്കൽ സ്ക്വാഡ് 4 കിൽ. 14ാം സ്ഥാനം അടിച്ച നമ്മുടെ സ്ട്രാറ്റജീൻ്റെ നമ്മുടെ MYR പെവർ എത്ര കിൽ? 5, 6, 7 കിൽ. 7 കില്ലെടുത്താണ് 14ാം സ്ഥാനം അടിച്ചത് പൊളിമാൻ. നമ്മുടെ ലോഡ് സ്ക്വാഡ് 15ാമത്തെ സ്ക്വാഡാണ് 2 കിൽ. 16ാമത്തെ പ്ലേസ് അടിച്ച നമ്മുടെ ലുട്ടാപ്പിൻ്റെ നന്ദഗോപൻ്റെ സ്ക്വാഡ് 0. 17ാം സ്ഥാനം അടിച്ച നമ്മുടെ അസാസിൻ സ്ക്വാഡ് 0. 18ാം സ്ഥാനം അടിച്ച നമ്മുടെ സ്ക്വാഡ് എത്ര കിൽ? HC കോപ്സിൻ്റെ ഒരു 1 കിൽ ഉണ്ട്. HC കോപ്സ് നമ്മുടെ അസാസിൻ വാരിയറിനെ കില്ല് ചെയ്തെന്ന് തോന്നുന്നു. അങ്ങനെ 1 കിൽ. അപ്പോൾ ഗൈസ് നമുക്ക് നോക്കാം. ടോപ്പ് കിൽ എടുത്ത സ്ക്വാഡ് എനിക്ക് തോന്നുന്നു ലോഡ്സ് ആണെന്ന് അല്ലേ. ലോഡ്സ് 5, 6, 7 അല്ല 4, 5, 6, 7, 8 കില്ലുണ്ട് ലോഡ്സിന്. ടോപ്പ് കില്ല് ഇപ്പോൾ നിലവിൽ ടോപ്പ് കിൽ ലോഡ്സിനാണ്. അതിൽ കൂടുതൽ കില്ല് ഞാൻ എവിടെയും കാണുന്നുണ്ടോ നോക്കട്ടെ. 4, 5, 6, 7 കില്ലുണ്ട് അല്ലേ. 7 കിൽ നമ്മൾ സൈക്കോപാഡിൻ്റെ ടീം ടാർഗേറിയൻസ് ഉണ്ട്. 1, 2, 3, 4, 5, 6. ഇപ്പോൾ ഗൈസ് 8 കില്ലാണ് ഗൈസ് ഇന്നത്തെ ടോപ്പ് കിൽസ് ഇല്ല. 8 കില്ല് തന്നെയല്ലോ. 3, 4, 5, 6, 7 കുറേ ഉണ്ട്. ബട്ട് 8 കില്ല് നമ്മളെ ലോഡ്സ് സെക്കൻഡ് പ്ലേസ് അടിച്ച സ്ക്വാഡ് ടോപ്പ് കിൽ എടുത്ത സ്ക്വാഡായി. അപ്പോൾ ഗൈസ് ഇന്നത്തെ മാച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പുതിയ വീഡിയോ നാളെ കാണാം. ടിൽ ദെൻ ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.